കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു തനി നാടൻ ഞണ്ടുകറിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പഴയ വീഡിയോകൾ ഒരുപാട് കിടപ്പുണ്ട്, അതും കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞണ്ട് കറിക്കായിട്ട് 1/2 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. ഞണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഞണ്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം 25 ഗ്രാം കണക്കിനെടുത്ത വാളംപുളിയുടെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 തണ്ട് കരിവേപ്പിലയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുകയാണ്. ഞണ്ട് പൂർണ്ണമായിട്ടും മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ചട്ടിയിൽ വെള്ളം ഉണ്ടായിരിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പ് കത്തിച്ച് ഇത് നന്നായി ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഞണ്ട് കറിക്ക് ആവശ്യത്തിനുള്ള മസാല എടുക്കാം. അതിനായി പാനിലേക്ക് ഒരു 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 പീസ് ഉണക്കമുളക് ഇട്ടു. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലി, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഒരു 1.5 ടേബിൾ സ്പൂൺ, അതുപോലെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ, ചുമന്നുള്ളി ഒരു 1/4 കപ്പോളം, 1 തണ്ട് കരിവേപ്പില. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ലോ ഫയറിൽ മാത്രമേ ഇത് വറക്കാവൂ. കാരണം തീ കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മളിത് ഒരുപാട് സാധനങ്ങളുള്ളത് കൊണ്ട് പലതും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ലോ ഫയറിൽ അത് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ ചേരുവകളും നന്നായിട്ട് റോസ്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാനുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടുവാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. നമ്മുടെ എരിവ് ഓരോരുത്തർക്കും പല രീതിയിലാണല്ലോ ആവശ്യമുള്ളത്. അതിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 4 വറ്റൽമുളക് മാത്രമേ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളൂ. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് പൊടി ഇട്ട് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കാരണം ഈ പാത്രത്തിനുള്ള ചൂട് മതിയാവും അത് നന്നായിട്ട് റോസ്റ്റായി കിട്ടുവാനായിട്ട്. ഇനി ഈ കൂട്ടുകളെല്ലാം മിക്സി ഉപയോഗിച്ച് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ഞണ്ട് ബോയിലാകുന്നുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് ഞണ്ട് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഈ മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടി ബോയിൽ ചെയ്യാം. ഇപ്പോൾ ഞണ്ട് കറി നന്നായി വെന്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും 1 ടീസ്പൂൺ കടുക്, 1 തണ്ട് കരിവേപ്പില, പിന്നെ ഒരു 1/4 കപ്പ് അരിഞ്ഞ ചെറിയുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കറി നല്ല സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ആ ഗ്രേവിയൊക്കെ നല്ല കൊഴുപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കൊഴുപ്പ് മാത്രമാണ് നമ്മളിപ്പം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ താളിപ്പ് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചേർത്ത ഉടൻ തന്നെ ആ ചട്ടി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ഒരു കൊഴുപ്പാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൊഴുപ്പാണ്. കൂടുതൽ കൊഴുപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചപ്പാത്തി ഒക്കെ കൂട്ടി കഴിക്കുവാനാണെങ്കിൽ കുറച്ചുകൂടി കൊഴുപ്പുള്ളത് നന്നായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയായിരിക്കും.
അപ്പോൾ ഒരു തനി നാടൻ ഞണ്ടുകറി എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.